നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിച്ച പഴയ ചെക്ക് ബുക്ക് ഉപയോഗിച്ച് ഒരു പ്രമുഖ സ്വകാര്യ ബാങ്കിൽ നിന്ന് 590 കോടി രൂപ തട്ടിയെടുത്താലോ? കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം. എന്നാൽ IDFC ഫസ്റ്റ് ബാങ്കിന്റെ ഛത്തീസ്ഗഡ് ശാഖയിൽ നടന്ന കാര്യം അറിഞ്ഞിരിക്കുമല്ലോ. ഇന്ന് പണം കൈമാറുന്നത് എത്ര എളുപ്പമാണ്. ഫോൺ എടുക്കുന്നു, UPI ആപ്പ് തുറക്കുന്നു, ഒരു ക്ലിക്കിൽ പണം അയച്ചു കഴിഞ്ഞു. ഈ ഡിജിറ്റൽ യുഗത്തിൽ പണ്ടത്തെ ചെക്ക് ബുക്കുകൾ ഒരു തിരിശേഷിപ്പ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇന്ത്യയിലെ മൊത്തം ഇടപാടുകളുടെ വെറും 3% താഴെ മാത്രമാണ് ഇന്ന് ചെക്കുകൾ വഴി നടക്കുന്നത്. എന്നിട്ടും ഇത് നടന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടാകും, എന്റെ പണം ബാങ്കിൽ സുരക്ഷിതമാണോ? നമുക്ക് നോക്കാം. ആദ്യം IDFCയിൽ സംഭവിച്ചത് എന്താണെന്ന് പരിശോധിക്കാം. ഹരിയാന സർക്കാരിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും അക്കൗണ്ടുകൾ IDFC ഫസ്റ്റ് ബാങ്കിൽ ഉണ്ടായിരുന്നു. തങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലെ മിച്ചം വരുന്ന പണം ഉയർന്ന പലിശ ലഭിക്കുന്ന സ്ഥിര നിക്ഷേപങ്ങളിലേക്ക് മാറ്റാൻ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം സർക്കാർ ശ്രദ്ധിച്ചു. പ്രതീക്ഷിച്ച പലിശ അക്കൗണ്ടിൽ എത്തുന്നില്ല. സംശയം തോന്നിയ അധികൃതർ വിശദമായ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആവശ്യപ്പെട്ടു. പരിശോധിച്ചപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. സർക്കാർ കണക്കിലുള്ള ബാലൻസും ബാങ്ക് രേഖകളിലെ ബാലൻസും തമ്മിൽ ഒത്തുപോകുന്നില്ല. ഏകദേശം 590 കോടി രൂപയുടെ കുറവ്. വലിയ ബിസിനസ് ഇടപാടുകൾക്കും സർക്കാർ അക്കൗണ്ടുകൾക്കും ഇപ്പോഴും ചെക്കുകൾ അത്യാവശ്യമാണ്. ഇത്തരം അക്കൗണ്ടുകളിൽ നിന്ന് പണം മാറ്റാൻ ഒന്നിലധികം തരത്തിലുള്ള അംഗീകാരങ്ങളും വേണം. ഇതിനെയാണ് ബാങ്കിംഗ് ഭാഷയിൽ മേക്കർ ചെക്കർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതായത് ഒരാൾ ഇടപാട് തുടങ്ങുന്നു, മുതിർന്ന ഉദ്യോഗസ്ഥൻ അത് പരിശോധിച്ച് ഉറപ്പിക്കുന്നു. എന്നാൽ ഇവിടെ ബാങ്കിന്റെ ഛത്തീസ്ഗഡ് ശാഖയിലെ ചില താഴ്ന്ന മധ്യനിര ജീവനക്കാർ ഒത്തുകളിച്ചു. അവർ വ്യാജ ചെക്കുകൾ നിർമ്മിച്ച് ബാങ്കിന് പുറത്തുള്ള ചില സ്വകാര്യ അക്കൗണ്ടുകളിലേക്ക് കോടികൾ വകമാറ്റി. നൂറുകണക്കിന് കോടികൾ ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടും ബാങ്കിന്റെ ഉന്നത അധികൃതർ ഇത് അറിയാതെ പോയി എന്നത് വലിയൊരു അത്ഭുതമാണ്. തട്ടിപ്പ് പുറത്തു വന്നയുടൻ ഹരിയാന സർക്കാർ കടുത്ത നടപടിയെടുത്തു. IDFC ഫസ്റ്റ് ബാങ്കിനെയും AU സ്മോൾ ഫിനാൻസ് ബാങ്കിനെയും സർക്കാർ എംപാനലിൽ നിന്ന് നീക്കം ചെയ്തു. എല്ലാ വകുപ്പുകളോടും അക്കൗണ്ടുകൾ അവസാനിപ്പിക്കാൻ ഉത്തരവിട്ടു. IDFC ബാങ്കിന്റെ മൊത്തം നിക്ഷേപത്തിന്റെ 0.5%, അതായത് ഏകദേശം 1400 കോടി രൂപ വരെ ഇതുവഴി ബാങ്കിന് നഷ്ടമാകും. സാധാരണ ബാങ്കുകൾക്കിത് ചെറിയ തുകയായിരിക്കാം. എന്നാൽ ലിക്വിഡിറ്റി അഥവാ കയ്യിലുള്ള പണം കുറവായ ഈ സമയത്ത് ബാങ്കുകൾക്കിത് വലിയൊരു പ്രഹരമാണ്. പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. തങ്ങളുടെ പേര് ചീത്തയാകാതിരിക്കാൻ IDFC ഫസ്റ്റ് ബാങ്ക് വളരെ വേഗത്തിൽ പ്രതികരിച്ചു. കേവലം 24 മണിക്കൂറിനുള്ളിൽ ഹരിയാന സർക്കാരിന് നഷ്ടപ്പെട്ട 583 കോടി രൂപ പലിശ സഹിതം ബാങ്ക് തിരിച്ചു നൽകി. അന്വേഷണം പൂർത്തിയാകാൻ കാത്തു നിൽക്കാതെ തന്നെ പണം നൽകിയത് നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുക്കാനാണ്. നിലവിൽ ബാങ്കിന്റെ സാമ്പത്തിക നില ഭദ്രമാണെന്നും മൂലധന പര്യാപ്തത 16% മുകളിലാണെന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കുന്നു. RBI ഗവർണറും ഇതിൽ വ്യവസ്ഥാപരമായ അപകടങ്ങളില്ലെന്ന് പറഞ്ഞ് ആശങ്കകൾ പരിഹരിച്ചിട്ടുണ്ട്. എന്താണ് IDFC ഫസ്റ്റ് ബാങ്ക് എന്ന് നോക്കാം. 2018 അടിസ്ഥാന സൗകര്യ വികസനത്തിന് വായ്പ നൽകുന്ന IDFC ബാങ്കും ഉപഭോക്തൃ വായ്പകൾ നൽകുന്ന ക്യാപിറ്റൽ ഫസ്റ്റ് എന്ന കമ്പനിയും തമ്മിൽ ലയിച്ചാണ് IDFC ഫസ്റ്റ് ബാങ്ക് രൂപീകൃതമായത്. സാങ്കേതിക വിദ്യയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്ത്യയിലെ അതിവേഗം വളരുന്ന പുതിയ തലമുറയിലെ സ്വകാര്യ ബാങ്കാണിത്. വൻകിട ലോണുകളെ അപേക്ഷിച്ച് സാധാരണക്കാരുടെ റീറ്റെയിൽ ബാങ്കിങ്ങിലാണ് ഇവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇനി ആ ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ പണം ബാങ്കിൽ സുരക്ഷിതമാണോ? ബാങ്കുകളിലെ ആഭ്യന്തര സുരക്ഷാ പരിശോധനകൾ എത്രത്തോളം സുരക്ഷിതമാണ്? തീർച്ചയായും ഇന്ത്യയിലെ കൊമേഴ്ഷ്യൽ ബാങ്കുകളെല്ലാം RBIയുടെ കർശനമായ മേൽനോട്ടത്തിന് കീഴിലാണ്. ഇതിനു പുറമെ നിക്ഷേപകർക്ക് മറ്റൊരു സുരക്ഷാ കവചം കൂടിയുണ്ട്. അതാണ് DICGC അഥവാ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്നത്. റിസർവ് ബാങ്കിന്റെ കീഴിലുള്ള ഈ സ്ഥാപനം നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഇൻഷുറൻസ് നൽകുന്നു. ഏതെങ്കിലും കാരണവശാൽ ഒരു ബാങ്ക് പാപ്പരാവുകയോ ലൈസൻസ് റദ്ദാക്കപ്പെടുകയോ ചെയ്താൽ നിക്ഷേപകർക്ക് അവരുടെ പണം തിരികെ ലഭിക്കുമെന്ന് ഈ സ്ഥാപനം ഉറപ്പു നൽകുന്നു. നിലവിലെ നിയമപ്രകാരം ഒരാൾക്ക് ഒരു ബാങ്കിൽ പരമാവധി 5 ലക്ഷം രൂപ വരെയാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത്. സേവിങ്സ്, FD, കറണ്ട് അക്കൗണ്ട് തുടങ്ങിയ എല്ലാ നിക്ഷേപങ്ങൾക്കും ഇത് ബാധകമാണ്. ഇതിനുള്ള ഇൻഷുറൻസ് തുക ബാങ്കുകളാണ് അടയ്ക്കുന്നത്. നിക്ഷേപകർ 1 രൂപ പോലും നൽകേണ്ടതില്ല. ഡിജിറ്റൽ ഇടപാടുകളിലെ പാളിച്ചകൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും പഴയ രീതിയിലുള്ള ചെക്ക് തട്ടിപ്പുകൾ ഇപ്പോഴും വലിയ ഭീഷണിയാണെന്ന് IDFC ബാങ്ക് സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
ബാങ്കുകൾ കൂടുതൽ കർശനമായ ആഭ്യന്തര പരിശോധനകൾ നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എങ്കിലും RBIയും DICGCയും നൽകുന്ന സുരക്ഷാ കവചങ്ങൾ ഉള്ളതിനാൽ സാധാരണ നിക്ഷേപകർക്ക് ഭയപ്പെടേണ്ട സാഹചര്യമില്ല.